ഇന്ന് സൺഡേ അല്ലയോ? സൺഡേ ഇന്ന് ഞങ്ങൾക്ക് സ്പെഷ്യൽ ബീഫും ചീനിയുമാണ്. നിങ്ങൾക്കൊക്കെ എന്താണ് സ്പെഷ്യലെന്ന് പറയണം. ഞാനാണെങ്കിൽ ബീഫ് ഒരു 3-4 വെള്ളം പച്ചവെള്ളത്തിൽ കഴിഞ്ഞാൽ ഞങ്ങൾ എന്തോ എന്ന് വെച്ചാൽ ലാസ്റ്റ് ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ കഴുകുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ കൊഴുപ്പും ബ്ലഡും എല്ലാം അങ്ങ് പോകും. നിങ്ങൾ അങ്ങനെ വേണം ഇനി ബീഫ് വേവിച്ച് നോക്കണം കേട്ടോ. അങ്ങനെ ചീനി അരിയുകയാണ് ഞാൻ. എനിക്ക് ചീനി അരിയാൻ എളുപ്പമില്ല, അതുകൊണ്ട് ഞാൻ മെല്ലെ അവിടെ നിന്ന് ചീനിയൊക്കെ അരിയാണ്. അങ്ങനെ ഇരുന്നപ്പോൾ തേങ്ങയില്ല നമുക്ക് ഇതിനകത്തിടാൻ വേണ്ടി, എന്തോന്നാ ബീഫിനകത്തിടാൻ തേങ്ങയില്ല. അങ്ങനെ ഞാനൊരു ഉണക്കത്തേങ്ങയൊക്കെ എടുത്തുകൊണ്ട് വന്ന് പൊതിക്കുകയാണ്. പൊതിച്ച് പണ്ടാരം അടങ്ങാതെ ഇളകി വരുന്നുമില്ല. ഞാൻ വരച്ച് എൻ്റെ കൈ വലിഞ്ഞു പോയെന്ന്. എൻ്റെ പൊന്നോ, എങ്ങനെങ്കിലുമൊക്കെ പൊതിച്ചെടുത്തു. അങ്ങനെ ബീഫൊക്കെ ഞങ്ങൾ ഏകദേശം സെറ്റാക്കി റെഡിയാക്കി. താണ്ട ബീഫ് വേവിച്ച് വെച്ചിരുന്ന അതിനകത്തോട്ട് ഒഴിച്ച് ഇളക്കി റെഡിയാക്കി. അങ്ങനെ ചീനി താണ്ട ആക്കി തോരനാക്കി. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തു. എനിക്ക് ഇച്ചിരി ചോറുള്ള എല്ലാവർക്കും ഞാൻ ചോറ് കൊടുത്തു. അപ്പോൾ എനിക്ക് വിശന്നു. ഞാനപ്പോൾ ഇച്ചിരി ചോറ് 12 മണി ആയതേ ഉള്ളൂ, ചോറ് എടുക്കുകയാണ്. ഞങ്ങൾക്കാണെങ്കിലേ ബീഫിൻ്റെ കൂടെ എല്ല് വേണം. അപ്പം ഞാൻ 200 രൂപയ്ക്ക് സ്പെഷ്യൽ എല്ല് മേടിച്ചതാണ്. ഒരു പ്രാവശ്യം എല്ല് കടിച്ച് എൻ്റെ ഒരു പല്ലങ്ങ് പൊടിഞ്ഞു പോയി ഗെയ്സ്. എന്നാലും ഞാൻ പഠിക്കത്തില്ല, എനിക്ക് എല്ല് കടിക്കണം. ഞാൻ ഇപ്പുറത്തെ സൈഡിലെ പല്ലിൽ വെച്ച് എല്ല് കടിക്കും. അങ്ങനെ ചോറൊക്കെ എടുത്ത് ചീരത്തോരനുണ്ടായിരുന്നു. അപ്പുറത്തെ ഷേർലി എനിക്ക് ചീര തന്നു. അതെല്ലാമായിട്ട് ഞാനിങ്ങനെ അടുക്കുകയാണ് ഇങ്ങനെ ഇരുന്ന്. അങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കേൾക്കേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഓക്കേ.